ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മുടെ തേർഡ് മോഡ്യൂളിലെ തേർഡ് മോഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ, അതായത് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ഓർ റിക്കവറി എന്നുള്ള പോർഷനൂടെയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡെഡ് ലോക്ക് അവോയ്ഡൻസും ഡെഡ് ലോക്ക് പ്രിവെൻഷനും ഒക്കെ എന്താണെന്ന് പഠിച്ചു. ഡെഡ് ലോക്ക് അവോയ്ഡൻസിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഡെഡ് ലോക്ക് പ്രിവെൻഷൻ ആണെങ്കിൽ നമ്മൾ സാധാരണ അതിൻ്റെ ഡെഡ് ലോക്കിൻ്റെ നാല് മെയിൻ കോസായ ആ കോസിനെ നമ്മൾ ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. ഡെഡ് ലോക്ക് അവോയ്ഡൻസിന് വേണ്ടി നമ്മൾ പ്രത്യേകം ബാങ്കേഴ്സ് അൽഗോരിതം യൂസ് ചെയ്ത് ഹൗ വി ക്യാൻ അവോയ്ഡ് ഡെഡ് ലോക്ക് എന്നുള്ള രീതിയെല്ലാം പഠിച്ചു. ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ഓർ റിക്കവറി. ഓക്കെ, സോ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ഓർ റിക്കവറി എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് 3 സ്റ്റെപ്സ് ഓഫ് ആക്ഷനാണ്. ഓക്കെ, 3 സ്റ്റെപ്സ് ഓഫ് ആക്ഷനാണ് അവിടെ നടക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആദ്യമേ അലോ ദ സിസ്റ്റം ടു എൻ്റർ എ ഡെഡ് ലോക്ക് സ്റ്റേറ്റ്. മറ്റ് 2 മെത്തേഡിലും ആണെങ്കിൽ നമ്മൾ ഡെഡ് ലോക്ക് വരാതെ നോക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ നമ്മുടെ സിസ്റ്റം ഡെഡ് ലോക്കിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ സിസ്റ്റത്തിനെ അലോ ചെയ്യും. ദെൻ അൽഗോരിതം ടു ഡിറ്റക്ട് ദ ഡെഡ് ലോക്ക്. അപ്പം ഡെഡ് ലോക്ക് വന്നാൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു അൽഗോരിതം വി വിൽ ഇംപ്ലിമെൻറ്റ് ഇൻ ദ സിസ്റ്റം. ദെൻ അപ്ലൈ റിക്കവറി സ്കീം. ഇപ്പോൾ ഡെഡ് ലോക്ക് സംഭവിച്ചാൽ എങ്ങനെ നമ്മൾ സിസ്റ്റത്തിന് ആ ഡെഡ് ലോക്കിൽ നിന്ന് റിക്കവർ ചെയ്യാം എന്നും പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ഓർ റിക്കവറി. സോ വി വിൽ അലോ ദ സിസ്റ്റം to occur deadlock. After that we will detect the deadlock state, then we will recover from the deadlock state. അതാണ് 3 സ്റ്റെപ്സ് നടക്കുന്നത്. സോ ഡെഡ് ലോക്കിനെ അലോ ചെയ്യുന്നു, ഡെഡ് ലോക്കിനെ ഡിറ്റക്ട് ചെയ്യുന്നു, then we will try to recover from that deadlock. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ കഴിഞ്ഞ അവോയ്ഡൻസിൽ പഠിച്ചതുപോലെ തന്നെയാണ് റിസോഴ്സ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻസ്റ്റൻസും കാണാം ചില സിസ്റ്റംസിൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഉള്ള റിസോഴ്സസും കാണാം. ഇപ്പം നമ്മൾ സിംഗിൾ ഇൻസ്റ്റൻസ് ഓരോ റിസോഴ്സ് ടൈപ്പിൻ്റെയും സിംഗിൾ ഇൻസ്റ്റൻസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഹൗ വി ക്യാൻ ഡിറ്റക്ട്, അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വെയിറ്റ് ഫോർ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഇൻസ്റ്റൻസ് മാത്രമുള്ളതിനാണ് ഈ കേസ്. സിംഗിൾ ഇൻസ്റ്റൻസ് മാത്രം ഉള്ള റിസോഴ്സ് ടൈപ്സ് ആണ് നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗോ ഫോർ വിച്ച് ടൈപ്പ് ഓഫ് ഡിറ്റക്ഷൻ, വെയിറ്റ് ഫോർ ഗ്രാഫ് യൂസ് ചെയ്തുള്ള ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ വേരിയേഷൻ ഓഫ് RAG ആണ്. RAG എന്താണെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫാണ് RAG, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. സോ അതിൻ്റെ ഒരു വേരിയേഷനാണ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഫോർ ഗ്രാഫ്. വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സാധാരണ നമ്മുടെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ എന്താണ്, പ്രോസസ്സുകളും കാണും, റിസോഴ്സസും കാണും. പക്ഷേ ഈ വെയിറ്റ് ഫോർ ഗ്രാഫിൽ സിംപ്ലി പ്രോസസ്സുകൾ മാത്രമേ കാണുള്ളൂ. ശരിക്കും ഡെഡ് ലോക്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു, ബട്ട് ആ റിസോഴ്സിനെ മറ്റൊരു പ്രോസസ്സ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയായിരിക്കും. ആ പ്രോസസ്സ് മറ്റേതെങ്കിലും ഒരു റിസോഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരാൾക്കും മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ റിസോഴ്സുകളെ റെപ്രസെൻ്റ് ചെയ്യും, പ്രോസസ്സുകളെ റെപ്രസെൻ്റ് ചെയ്യും, നോർമലി ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിലാണ്. പക്ഷേ നമ്മുടെ വെയിറ്റ് ഫോർ ഗ്രാഫിലാണെങ്കിൽ വി വിൽ ജസ്റ്റ് സിംപ്ലി യൂസ് ഒൺലി പ്രോസസ് നോട്ട്സ് മാത്രമേ നമ്മുടെ വെയിറ്റ് ഫോർ ഗ്രാഫിൽ കാണുള്ളൂ. അതായത് അവിടെ ഇപ്പം ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ? മറ്റേ ഒരു പ്രോസസ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ആ വെയിറ്റിംഗ് സ്റ്റേറ്റ് പി ഐ ആണ് PJക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ PJ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന റിസോഴ്സ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ PI ഈസ് വെയിറ്റിംഗ് ഫോർ PJ ഇറ്റ്സെൽഫ് ടു റിലീസ് ദാറ്റ് പർട്ടിക്കുലർ റിസോഴ്സ് ഫ്രം ദ PJ. അതിന് വേണ്ടിയാണ് PI വെയിറ്റ് ചെയ്യുന്നത്. സോ വി വിൽ ജസ്റ്റ് യൂസ് ദ ആരോ സിമ്പിൾ ഫ്രം PI ടു PJ. അതാണ് നമ്മൾ
എന്തിൽ കാണിക്കുന്നത്, വെയിറ്റ് ഫോർ ഗ്രാഫിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഇനി അങ്ങനെ ആ ഒരു വെയിറ്റ് ഫോർ ഗ്രാഫ് വരച്ചിട്ട് ഇപ്പോൾ അതിലൊരു സൈക്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് എ ഡെഡ് ലോക്ക് എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, സോ ഈ ഒരു അൽഗോരിതത്തിന് എത്രയാണ് അതിൻ്റെ ഓർഡർ എന്നറിയാമോ? എൻ സ്ക്വയർ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. വേർ എൻ ഇസ് ദ വെർട്ടിസസ് ഇൻ ദ ഗ്രാഫ്. ആ ഗ്രാഫിൽ എത്ര വെർട്ടിസസ് ഉണ്ടോ ആ വെർട്ടിസസിൻ്റെ എണ്ണമാണ് എൻ. ദെൻ എൻ സ്ക്വയർ ഓപ്പറേഷൻസ് ആയിരിക്കും ഈ ഒരു അൽഗോരിതത്തിൽ നടക്കുന്നത്. ഓക്കെ, so let me show you the difference between resource allocation graph and wait for graph using pictures. Okay, സോ നോക്കൂ, ഇതാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫും വെയിറ്റ് ഫോർ ഗ്രാഫും തമ്മിലുള്ള ഡിഫറൻസ്. സോ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ പ്രോസസ്സിൽ നിന്ന് റിസോഴ്സിലേക്ക് ആരോ ഇട്ടാൽ അതിൻ്റെ മീനിങ് ദാറ്റ് പ്രോസസ് റിക്വയേഴ്സ് ദാറ്റ് റിസോഴ്സ് എന്നാണ്. ഇനി റിസോഴ്സിൽ നിന്ന് പ്രോസസ്സിലേക്കാണ് ആരോ കിടക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് ദാറ്റ് റിസോഴ്സ് ഈസ് ഹെൽഡ് ബൈ ദ പർട്ടിക്കുലർ പ്രോസസ്സ് എന്നാണ് മീനിങ്. സോ ഈ 2 ടൈപ്സ് ഓഫ് ആരോസ് നമുക്ക് സാധാരണ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വഴി കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ വെയിറ്റ് ഫോർ ഗ്രാഫ് ആണെങ്കിൽ അതിൽ ഓൺലി പ്രോസസ്സസ് വിൽ ബി ദെയർ. വി വിൽ ദാറ്റ് ആരോ ഓഫ് ദ ആരോ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വിച്ച് പ്രോസസ് ഈസ് വെയിറ്റിംഗ് ഫോർ വിച്ച് അതർ പ്രോസസ്സ് എന്നുള്ളതാണ് ആ ആരോ മാർക്ക് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, P1 R1നെ റിക്വസ്റ്റ് ചെയ്യുന്നു. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫാണ് ഞാൻ പറയുന്നത്. P1 ഈസ് റിക്വസ്റ്റിംഗ് ഫോർ R1 ബട്ട് R1 ഈസ് ഹെൽഡ് ബൈ P2. P2 ഈസ് റിക്വസ്റ്റിംഗ് ഫോർ വിച്ച് ഓൾ റിസോഴ്സസ് R3, R4 ആൻഡ് R5. Okay, but R3 is held by P6, R4 is held by P3 and R5 is held by P4. ഓക്കെ, ദെൻ P3 എന്തിനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, P3യും R5നെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, P2നെ കൂടാതെ P3യും R5നെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ P4 ആരെ റിക്വസ്റ്റ് ചെയ്യുന്നു, R1നെ റിക്വസ്റ്റ് ചെയ്യുന്നു. R2നെ റിക്വസ്റ്റ് ചെയ്യുന്നു. R2 ഈസ് ഹെൽഡ് ബൈ വിച്ച് പ്രോസസ്, P1. സോ വി ക്യാൻ ഷോ ദിസ് യൂസിങ് വെയിറ്റ് ഫോർ ഗ്രാഫ് ബൈ സിംപ്ലി യൂസിങ് ദ പ്രോസസ് നോട്ട്സ്. ഓക്കെ, അതായത് ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സ് ഹെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക മീൻസ് ഒരു പ്രോസസ്സ് മറ്റ് പ്രോസസ്സിനെ വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതിനെ ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് യൂസിങ് വെയിറ്റ് ഫോർ ഗ്രാഫ്. നോക്കിക്കേ, P1 is waiting for P2 അല്ലേ, P1 is waiting for P2. So P1ൽ നിന്ന് we will draw an arrow to P2. Then P2 ആർക്കൊക്കെ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്, P5നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, P3നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ P4നെയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ്. ദെൻ P4 ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്, P1നെയാണ് വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. P4 ഈസ് വെയിറ്റിംഗ് ഫോർ P1. സോ ദെയർ ഫോംസ് എ സൈക്കിൾ അല്ലേ. P1 P2 P3 P5 P1 എന്ന് പറയുന്ന ഒരു സൈക്കിളുണ്ട്. അല്ലെങ്കിൽ P1 P2 P4 P1 എന്ന് പറയുന്ന മറ്റൊരു സൈക്കിൾ. അല്ലെങ്കിൽ P2 P3 P4 P2 P2 P3 P4 P1 again to P2, അങ്ങനെ ഒരു സൈക്കിൾ. അങ്ങനെ യു ക്യാൻ സി ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ ഇഫ് ദർ ഇസ് എ ഡെഡ്ലോക്ക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ യു മസ്റ്റ് സി one or more cycles in that wait for graph. Okay, then we can identify that there is a deadlock. Okay, മനസ്സിലായോ? അതാണ് ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് റിസോഴ്സ് ടൈപ്പിന് ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ വെയിറ്റ് ഫോർ ഗ്രാഫ് യൂസ് ചെയ്താണ് ഡെഡ് ലോക്കിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി സെവറൽ ഇൻസ്റ്റൻസസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ റിസോഴ്സ് ടൈപ്പിന് സെവറൽ റിസോഴ്സ് ടൈപ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗരിതമാണ് ഈ കാണുന്നത്. ഓക്കെ, അതിൻ്റെ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ അൽഗരിതമാണ് ഈ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ബാങ്കേഴ്സ് അൽഗരിതത്തിൽ നമ്മൾ ഉപയോഗിച്ച കുറച്ച് വെക്ടേഴ്സും മെട്രിക്സസും ഒക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കുന്ന റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കൂടെയാണ്. ഓക്കെ, സോ അതിന് ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം എനിവേ. അപ്പോൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യുന്ന 2-3 വെക്ടേഴ്സ് ഉണ്ട്. ആദ്യമേ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
പ്രോസസ്സുകളുടെ എണ്ണത്തിന് നമ്മൾ എൻ എന്നും റിസോഴ്സുകളുടെ എണ്ണത്തിന് എം, സ്മോൾ ലെറ്റർ എം കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ അവൈലബിൾ എന്ന് പറയുന്ന ഒരു വെക്ടറുണ്ട് വിച്ച് വിൽ ബി ഓഫ് ലെങ്ത് എം. ഓക്കെ, അതായത് റിസോഴ്സുകളുടെ എണ്ണം ആണ് കാണിക്കുന്നത്. അവൈലബിൾ അതായത് അതിൻ്റെ മീനിങ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ റിസോഴ്സ് ടൈപ്സും എത്ര ഇനി അവൈലബിൾ ആണ്, അതിൻ്റെയൊക്കെ എത്ര ഇൻസ്റ്റൻസുകൾ അവൈലബിൾ ആണ് എന്നാണ് ആ വെക്ടർ കാണിക്കുന്നത്. സോ എ വെക്ടർ ഓഫ് ലെങ്ത് എം വിച്ച് വിൽ ബി ഷോയിങ് ദ നമ്പർ ഓഫ് അവൈലബിൾ റിസോഴ്സ് ഇൻസ്റ്റൻസസ്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് വർക്ക് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സും അവൈലബിൾ ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എം ലെങ്തിൽ, അതായത് എത്ര റിസോഴ്സ് എത്ര എണ്ണം ഉണ്ട്, റിസോഴ്സ് ടൈപ്സ് എത്ര എണ്ണം ഉണ്ട്, അതിൻ്റെ അത്രയും എണ്ണമുള്ള ഒരു വർക്ക് വെക്ടർ ഉണ്ട്. അതുപോലെ ഫിനിഷ് വെക്ടർ ഉണ്ട് വിച്ച് വിൽ ബി ഓഫ് ലെങ്ത് എൻ, അതായത് ഹൗ മെനി പ്രോസസ്സസ് എന്ന് നോക്കിയിട്ട് ഫിനിഷ്, അതായത് ഓരോ പ്രോസസ്സും ഫിനിഷ് ആയോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു വെക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ അൽഗോരിതത്തിന് വേണ്ട രണ്ട് n/n മെട്രിക്സ് ഉണ്ട്, n/m. Okay, so the n will be number of processes which will be showing as rows, and m will be number of resource types, so which will be showing as columns. Okay, so both allocation and request are two matrices of n/m size. n/m ഓർഡറിലുള്ള രണ്ട് മെട്രിക്സുകളാണ് നമുക്കുള്ളത്. ഈ അലോക്കേഷൻ മെട്രിക്സ് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, വിച്ച് വിൽ ബി ഷോയിങ് ദ നമ്പർ ഓഫ് റിസോഴ്സ് ഇൻസ്റ്റൻസസ് ഓഫ് ഈച്ച് ടൈപ്പ് കറൻ്റ്ലി അലോക്കേറ്റഡ്. ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തേക്കുന്ന നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ഓഫ് ഈച്ച് റിസോഴ്സസ് ടു ഈച്ച് പ്രോസസ് ആണ് ഈ അലോക്കേഷൻ മെട്രിക്സ് കൊണ്ട് കാണിക്കുന്നത്. ഇനി റിക്വസ്റ്റ് മെട്രിക്സ് എന്താണെന്ന് അറിയാമോ? ദ കറണ്ട് റിക്വസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ്. ഓക്കെ, ഓരോ പ്രോസസ്സുകളും ഇപ്പം റിക്വസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസസിൻ്റെ എണ്ണം, ഓരോ റിസോഴ്സ് ടൈപ്പിനെ ഇൻസ്റ്റൻസുകളുടെ എണ്ണമാണ് നമ്മൾ റിക്വസ്റ്റ് എന്ന് പറയുന്ന മെട്രിക്സിൽ കാണിക്കുന്നത്. സോ റിക്വസ്റ്റ് ഓഫ് ij = k എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് പ്രോസസ് pi ഈസ് റിക്വസ്റ്റിംഗ് k നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ഓഫ് എ റിസോഴ്സ് ടൈപ്പ് rj എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിറ്റക്ഷൻ അൽഗോരിതം. ഞാൻ നേരത്തെ ബാങ്കേഴ്സ് അൽഗോരിതം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക, അൽഗോരിതം എഴുതി വയ്ക്കുക. ദെൻ ഞാൻ ഈ അൽഗോരിതം ഒരു എക്സാമ്പിൾ കാണിക്കുമ്പം ഗോ ത്രൂ ഈച്ച് ലൈൻസ് ഇൻ ദ അൽഗോരിതം. ഓക്കെ, ദെൻ യു മേ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് 5 പ്രോസസ്സുകളുണ്ടെന്ന് വിചാരിക്കുക. 5 പ്രോസസ്സ് P0, P1, P2, P3, P4. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, P0, P1, P2, P3, P4 5 പ്രോസസ്സുകളാണുള്ളത്. ദെൻ 3 റിസോഴ്സ് ടൈപ്സ് ആണുള്ളതെന്ന് വിചാരിക്കുക, എ ബി സി. അതിൽ എയിലും ബിയിലും സിയിലും ആയിട്ട് അവൈലബിൾ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ 7, 2, 6 ആണ്. എയുടെ 7 ഇൻസ്റ്റൻസസ് ആണ് അവൈലബിൾ, ബിയുടെ 2 ഇൻസ്റ്റൻസസ് അവൈലബിൾ അല്ല അതിനുള്ളത്. ഓക്കെ, സിയുടെ 6 ഇൻസ്റ്റൻസസുമാണ് ഉള്ളത്. ഓക്കെ, സോ ഇനി n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോസസ്സസ്, എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിസോഴ്സസ് ഓർ നമ്പർ ഓഫ് റിസോഴ്സ് ടൈപ്സ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ വർക്ക് എന്ന് പറയുന്ന 3 വെക്ടേഴ്സാണ് നമുക്കുള്ളത്. 3 വെക്ടേഴ്സ്, വർക്ക്, ഫിനിഷ്, അവൈലബിൾ. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ വെക്ടർ ഓഫ് ലെങ്ത് എം ആണ്. ഫിനിഷ് എന്ന് പറഞ്ഞാൽ വെക്ടർ ഓഫ് ലെങ്ത് എൻ ആണ്. അവൈലബിൾ എന്ന് പറഞ്ഞാൽ വെക്ടർ ഓഫ് ലെങ്ത് എം ആണ്, വിച്ച് വിൽ ബി റെപ്രസെൻറ്റിംഗ് നമ്പർ ഓഫ് അവൈലബിൾ റിസോഴ്സ് ഇൻസ്റ്റൻസസ്. ഓക്കെ, ഇനി മെട്രിക്സ് 2 യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? അലോക്കേഷനും റിക്വസ്റ്റും. n/m മെട്രിക്സ് ആണ് രണ്ടും. അലോക്കേഷൻ എന്താ കാണിക്കുന്നത്? നമ്പർ ഓഫ് റിസോഴ്സ് ഇൻസ്റ്റൻസസ് ഓഫ് ഈച്ച് ടൈപ്പ് കറൻ്റ്ലി അലോക്കേറ്റഡ്. ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തേക്കുന്ന ഓരോ റിസോഴ്സ് ടൈപ്സിൻ്റെ എത്ര ഇൻസ്റ്റൻസസ് വീതം ഇപ്പോൾ ഓരോ പ്രോസസ്സിനും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അലോക്കേഷൻ മെട്രിക്സ് കാണിക്കുന്നത്. റിക്വസ്റ്റ് മെട്രിക്സ് കാണിക്കുന്നത് ഇപ്പോൾ ഓരോ പ്രോസസ്സും എത്രയൊക്കെ ഇൻസ്റ്റൻസ് ആണ് ഓരോ റിസോഴ്സ് ടൈപ്പിലെയും റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ വിചാരിക്കുക, ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ T0th ടൈമിൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എടുത്തപ്പോഴത്തേക്കും നമുക്കുള്ള അവൈലബിൾ വെക്ടറും റിക്വസ്റ്റ് മെട്രിക്സും അലോക്കേഷൻ മെട്രിക്സുമാണ് ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത്
അലോക്കേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. റിക്വസ്റ്റ് മെട്രിക്സ് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അവൈലബിൾ വെക്ടർ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. 0 0 0 എന്നാണ് വന്നേക്കുന്നത്. ഇനി വി നീഡ് ടു ഫൈൻഡ് വെദർ ദെയർ ഈസ് എ ഡെഡ് ലോക്ക് ഇൻ ദ സിസ്റ്റം ഓർ നോട്ട്. അതാണ് ഇനി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്. ഹൗ വി ക്യാൻ ഡിറ്റക്റ്റ് യൂസിങ് ദ അൽഗോരിതം. നിങ്ങൾ അൽഗോരിതം നോക്കുക. അൽഗോരിതത്തിൽ ആദ്യം എന്താ ചെയ്തേക്കുന്നത്? ആദ്യം ചെയ്തേക്കുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു അവൈലബിൾ. സോ വർക്ക് എന്ന് പറയുന്നത് അവൈലബിൾ മെട്രിക്സ് തന്നെ ആക്കി വെക്കുകയാണ്. സോ വർക്ക് വിൽ ബി അവൈലബിൾ എത്രയാണ്? 0 0 0 ആണ്. വർക്കും 0 0 0 ആയി. ദെൻ നമ്മൾ എല്ലാ എല്ലാ i ഈസ് ഈക്വൽ ടു 0 to n-1, അതായത് എല്ലാ പ്രോസസ്സുകളും 0 to n-1 എന്ന് പറയുമ്പം 0 ഇവിടെ ഏതൊക്കെയാണുള്ളത്? 0 1 2 3 4. ഓക്കെ, 5 പ്രോസസ്സാണുള്ളത്. സോ എല്ലാത്തിൻ്റെയും അലോക്കേഷൻ i, അതായത് ഓരോ റോ വൈസ് 0 അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫിനിഷ് എന്ന് പറയുന്ന വെക്ടർ ഫിനിഷിൻ്റെ എല്ലാം ഫോൾസ് ആക്കി നമ്മൾ സെറ്റ് ചെയ്തു ഇനിഷ്യലി. ഓക്കെ, ഇനിയാണ് നമ്മൾ റെക്കറിങ് ആയിട്ടുള്ള സ്റ്റെപ്സിലോട്ട് പോകുന്നത്. റെക്കറിങ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട സ്റ്റെപ്സ്. അതായത് 2-ൽ കണ്ടീഷൻ ചെക്കാണ് ചെയ്യുന്നത്. 2-ലെ കണ്ടീഷൻ ചെക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ 3 എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകും. ആ 2-ൽ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ 4-ലേക്ക് അതിൻ്റെ ഐ വാല്യൂ എടുക്കാനാണ് പറയുന്നത്. ഐ വാല്യൂ അതായത് എല്ലാ പ്രോസസ്സുകളും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ 4th സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പ് എല്ലാവരും അൽഗോരിതത്തിലെ സെക്കൻഡ് സ്റ്റെപ്പ് എല്ലാവരും നോക്കൂ. അവിടെ എന്താണ് പറയുന്നത്? എല്ലാ ഐ വാല്യൂവും എന്താണ് പറയുന്നത്? നമ്മുടെ അൽഗോരിതം പറയുന്നത് find an index I such that finish of I is equal to false, request of I less than or equal to work. അപ്പോൾ ഐയുടെ എല്ലാ ഐയും നോക്കുക. ഐയുടെ i is equal to 0 1 2 3 4 വരെയുണ്ട് നമുക്ക്. അതിൽ ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്നത് ഫോൾസും റിക്വസ്റ്റ് ഓഫ് ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്കുമാണെങ്കിൽ 3-ലേക്ക് നമുക്ക് പോകാം. അല്ലെങ്കിൽ ഇഫ് നോ സച്ച് ഐ എക്സിസ് ഗോ ടു സ്റ്റെപ്പ് 4. ഈ കണ്ടീഷൻ ട്രൂ ആകാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് 4th സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ കണ്ടീഷൻ ട്രൂ ആകുന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഐയിൽ ഈ കണ്ടീഷൻ ട്രൂ ആകുന്നെങ്കിൽ വി മസ്റ്റ് ഗോ ടു സ്റ്റെപ്പ് 3. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 3-ൽ പോയിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് 2-ലോട്ട് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത്. സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ചെയ്താൽ അഗെയിൻ നമ്മൾ 2-ൽ പോകും. 2-ൽ എപ്പോഴാണോ ഫിനിഷ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഫോൾസും റിക്വസ്റ്റ് ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്കും കണ്ടീഷൻ വരാത്തത്, രണ്ടും ഈ ആണ് നോക്കുന്നത്. രണ്ട് കണ്ടീഷനും ഓക്കെ ആകാതെ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഐക്കും, അതായത് 0 1 2 3 4 ഈ 5 ഐ വാല്യൂവിനും ഈ കണ്ടീഷൻ ട്രൂ ആകുന്നില്ലെങ്കിലും മാത്രമേ നമ്മൾ ഏത് സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ? 4th സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ. സോ ഇനിഷ്യലി വി ആർ ഗോയിങ് ടു കൺസിഡർ ഐ ഈസ് ഈക്വൽ ടു 0. ഐ നമ്മൾ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഫിനിഷ് ഓഫ് 0 എന്താണ്? ഫോൾസ് ആണ്. റിക്വസ്റ്റ് ഓഫ് ഐ എന്താണ്? റിക്വസ്റ്റ് ഓഫ് 0 എത്രയാണ്? നമ്മുടെ റിക്വസ്റ്റ് ഓഫ് 0 എത്രയാണ്? 0 0 0 ആണ്. 0 0 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ? അതെ, ട്രൂ ആണ്. അപ്പോൾ എന്തായി? നമ്മൾ സ്റ്റെപ്പ് 3-ലേക്ക് പോയി. വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ. വർക്ക് ഇപ്പോൾ 0 0 0 ആണ്. അലോക്കേഷൻ ഓഫ് 0 എന്താണ്? അലോക്കേഷൻ ഓഫ് 0 0 1 0 ആണ്. 0 1 0 വെച്ച് പ്ലസ് ചെയ്തു. സോ അവർ വർക്ക് വിൽ ബിക്കം 0 1 0. 0 1 0. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞേക്കുന്നത്? നൽകുന്നത് ഫിനിഷ് ഈസ് ഈക്വൽ, ഫിനിഷ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താക്കണം? ട്രൂ ആക്കണം. സോ വി മെയ്ഡ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്ത ഐ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് കഴിഞ്ഞു. ഇനി അടുത്തത് ഐ ഈക്വൽ ടു 1. ഐ ഈക്വൽ ടു 1-ൽ ഫിനിഷ് ഓഫ് 1 ഈസ് ഈക്വൽ ടു ഫോൾസ് ആണ്. ഓക്കെ, അത് കണ്ടീഷൻ ഓക്കെ ആയി. ഇനി റിക്വസ്റ്റ് ഓഫ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. റിക്വസ്റ്റ് ഓഫ് 1 എത്രയാണ്? 2 0 2 ആണ്. നോക്കിക്കേ, റിക്വസ്റ്റ് ഓഫ് 1 2 0 2 ആണ്. ഓക്കെ, 2 0 2 0 1 0 നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് 0 1 0 ആയിട്ട് ലെസ് ദാൻ ആണോ? അല്ല.
അല്ല. അപ്പോൾ അവിടെ കണ്ടീഷൻ ട്രൂ ആയില്ല. ഓക്കെ, സോ നമ്മൾ അടുത്ത ഐ ആണ് എടുക്കുന്നത്. അടുത്ത ഐ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ സീറോത്ത് ഐ ഈക്വൽ ടു 0 ആയത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു, ഐ ഈക്വൽ ടു 1 ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് ഉള്ളത്? ഐ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്തില്ല. അടുത്തത് 2, 3, 4 ഇത്രയാണ് ചെക്ക് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ മെയിൻലി നോക്കേണ്ടത് 2ഉം 3ഉം 4ൻ്റെയും ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്ന ഫോൾസ് തന്നെയാണ്. ഇനി റിക്വസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് 0, 1, 0 ൻ്റെയും ചെറുതാണോ എന്നാണ് നോക്കേണ്ടത്. 0, 1, 0ൻ്റെയും ചെറുതാണോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, 0, 1, 0 P2 ഉണ്ട്, P3 ഉണ്ട്, P4 ഉണ്ട്. ഓക്കെ, 0, 1, 0യേക്കാളും ചെറുതാണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ P2 ആണുള്ളത് അടുത്തത്, അല്ലേ? അപ്പം നമ്മൾ P2നെ കൺസിഡർ ചെയ്യുന്നു. സോ ഐ ഈസ് ഈക്വൽ ടു 2. ഫിനിഷ് ഓഫ് 2 എന്ന് പറയുന്ന ഫോൾസ് ആണ്. റിക്വസ്റ്റ് ഓഫ് 2 എന്ന് പറയുന്നത് 0, 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, 1, 0 ആണ്. കണ്ടീഷൻ ഓക്കെ ആണ്. ദെൻ വി ആർ മൂവിങ് ഓൺ ടു തേർഡ് സ്റ്റെപ്പ്. വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ. 0, 1, 0 പ്ലസ് 3, 0, 3 എത്ര കിട്ടി? 3, 1, 3 എന്ന് കിട്ടി. ഓക്കെ, 3, 1, 3 എന്ന് കിട്ടി ഇപ്പം നമ്മുടെ വർക്ക്. സോ ഇനി അപ്പോൾ ഫിനിഷ് എന്തായി? TFT. ഫിനിഷ് ഓഫ് 2ഉം നമ്മൾ ട്രൂ ആക്കി വെച്ചു. ഓക്കെ, മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇതേ സമയം തന്നെ നമ്മൾ എന്തെഴുതണം? സേഫ് സീക്വൻസ് എഴുതി പോകണം. കഴിഞ്ഞ പ്രാവശ്യം സേഫ് സീക്വൻസ് എഴുതിയ ഓർമ്മയുണ്ടോ? സോ ഇപ്പോൾ ആദ്യം ഫിനിഷ് ചെയ്ത ഏതാണ്? നമ്മൾ P0 ഫിനിഷ് ചെയ്തു, ദെൻ P2 ഫിനിഷ് ചെയ്തു. P0, P2. ഇനി അടുത്തത് നോക്കൂ. അപ്പോൾ ഇനി നമുക്കുള്ളത് P1ഉം P3യും P4ഉം ആണ്. P1ഉം P3യും P4ഉം ആണ്. ഇപ്പം നമ്മുടെ വർക്ക് എന്താണ്? വർക്കിൻ്റെ വാല്യൂ 313. അപ്പോൾ 313യേക്കാളും ചെറുതായിട്ടുള്ളത് ഇനെയാണ് നമ്മൾ നോക്കുന്നത്. 313. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ P1ഉം P3യും P4ഉം ഉണ്ട്. അതിൽ P1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം P1നെ തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ 202 വിച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 313. സോ വി ആർ കൺസിഡറിങ് ഐ ഈസ് ഈക്വൽ ടു 1. ഫിനിഷ് ഓഫ് 1 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. റിക്വസ്റ്റ് ഓഫ് 1 എന്താണ്? 202 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 313 ആണ്. സോ വി ആർ മൂവിങ് ഓൺ ടു സ്റ്റെപ്പ് 3. വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ. സോ 313 പ്ലസ് അലോക്കേഷൻ ഓഫ് 1 എത്രയാണ്? 200 ആണ്. 200 ആഡ് ചെയ്തു, 513 ആയി. സോ ഫിനിഷ് ഓഫ് 3യും നമ്മൾ ഫിനിഷ് ഓഫ് 1 നമ്മൾ എന്താക്കി? ട്രൂ ആക്കി. ദെൻ ഇനി നമുക്കുള്ളത്, അപ്പോൾ നമ്മുടെ വർക്ക് എന്താ കിട്ടിയപ്പം? വർക്കിൻ്റെ വാല്യൂ 513 ആണ്. ഇനി നമുക്ക് P3യും P4ഉം ഉണ്ട്. സോ വി ആർ മൂവിങ് ഓൺ ടു P3. ഐ ഈസ് ഈക്വൽ ടു 3 എടുത്തു. ഫിനിഷ് ഓഫ് 3 F ആണ്. റിക്വസ്റ്റ് ഓഫ് 3 എന്ന് പറയുന്നത് 100 ആണ്. റിക്വസ്റ്റ് ഓഫ് 3 നോക്കിയേ, 100 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 513 ആണ്. ഓക്കെ ആണ്. സോ വി ആർ മൂവിങ് ഓൺ ടു വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ. 513 പ്ലസ് 211 ആണ്. കണ്ടോ? 211. അലോക്കേഷൻ ഓഫ് 3 എന്ന് പറയുന്നത് 211 ആണ്. സോ വി ആർ ആഡിങ്. സോ അവർ ന്യൂ വർക്ക് വിൽ ബി 724. ഓക്കെ, അറ്റ് ദ സെയിം ടൈം വി ആർ ചേഞ്ചിങ് ദ വാല്യൂ ഓഫ് ഫിനിഷ് ഓഫ് 3. ഫിനിഷ് ഓഫ് 3 എന്താക്കി? ട്രൂ ആക്കി. ഓക്കെ, ഇനി അടുത്തത് ഐ ഈസ് ഈക്വൽ ടു 4 ആണ്. ഫിനിഷ് ഓഫ് 4 എന്ന് പറയുന്ന ഫോൾസ് ആണ്. റിക്വസ്റ്റ് ഓഫ് 4 എന്താണ്? 002 ആണ്. വിച്ച് ഈസ് ലെസ് ദാൻ 724. വർക്കിൻ്റെ വാല്യൂ നമ്മൾ മാറ്റുന്നു, 726 ആയി. ഓക്കെ, ഫിനിഷ് ഓഫ് 4ഉം നമ്മൾ ട്രൂ ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇനി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ഐയുടെയും ഫിനിഷ് ഓഫ് എന്താണ്? നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്ന ഫോൾസ് ആണോ? അല്ല, എല്ലാം ട്രൂ ആയി. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇഫ് നോ സച്ച് ഐ എക്സിസ് ഗോ ടു സ്റ്റെപ്പ് 4. നമ്മൾ സ്റ്റെപ്പ് 4ലേക്ക് പോവുകയാണ്. ഓക്കെ, ഇപ്പം എന്താണ്? If finish of I is equal to false for some I 1 less than or equal to I less than or equal to n, then the system is in deadlock state. ഓക്കെ, ഇവിടെ ഐയുടെ വാല്യൂ ഇവർ പറഞ്ഞേക്കുന്നത് 1 to n ആണ്. പക്ഷേ നമ്മൾ
എക്സാമ്പിളിൽ 0 to n-1 ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ നമ്മുടെ ഈ ഐ എല്ലാം കൺസിഡർ ചെയ്തിട്ടും നമ്മുടെ ഏതെങ്കിലും ഐ വാല്യൂ ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്നത് ഫോൾസിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ദെയർ ഈസ് എ ഡെഡ് ലോക്ക് എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഐ വാല്യൂവിൻ്റെ ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്നത് സ്റ്റിൽ ഇറ്റ് ഈസ് ഫോൾസ്, നമുക്കതിനെ ട്രൂ ആക്കാൻ പറ്റിയില്ല എങ്കിൽ ദാറ്റ് മീൻസ് ദെയർ ഈസ് എ ഡെഡ് ലോക്ക് എന്നാണ്. ഓക്കെ, ആൻഡ് ഇനി അപ്പം ഇനി ഏത് ഐക്കാണോ നമ്മൾ ഫോൾസ് കിടക്കുന്നത് ആ പ്രോസസ്സ് കാരണമാണ് അവിടെ ഡെഡ് ലോക്ക് ഉണ്ടായത്. അപ്പോൾ ഫിനിഷ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഫോൾസ് എന്ന് വെച്ചാൽ മീനിങ് ദെൻ പി ഐ ഈസ് ഡെഡ് ലോക്ക്ഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഇവിടെ ഒരു ഫിനിഷ് എന്ന് പറയുന്നത് എല്ലാം നമുക്ക് ട്രൂ ആക്കി കിട്ടി. സോ ആസ് ഫിനിഷ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു ഫോൾസ് ഫോർ എവരി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 ദ സിസ്റ്റം ഈസ് നോട്ട് ഇൻ ഡെഡ് ലോക്ക്ഡ് സ്റ്റേറ്റ്. ഓക്കെ, മനസ്സിലായോ? സോ ഇന്ന് ഇത്രയും പഠിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇനി കുറച്ച് പോർഷനും കൂടെ ഉള്ളൂ, അത് അടുത്ത ക്ലാസ്സിൽ ഇട്ടേക്കാം. ഇന്ന് പഠിപ്പിച്ച ഇതുവരെയുള്ള നോട്ടും വിത്ത് ദിസ് അൽഗോരിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ച് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി നോട്ട് പ്രിപ്പയർ ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടണം കേട്ടോ. ഡൗട്ടുള്ളവർ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ശരി, താങ്ക് യു.